അധികാരത്തിൻ്റെ മത്ത് പിടിച്ച ആളുകൾ കാട്ടിക്കൂട്ടുന്ന ചെയ്തികൾ കാണുന്ന സമയത്ത് പുറമേ പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഉള്ളിൽ ഒരുപാട് അമർഷമുണ്ട്. നയിക്കപ്പെടുന്ന വിഭാഗം എത്ര ചെറുതാവട്ടെ വലുതാവട്ടെ, അവർ അടുത്ത തലമുറയ്ക്ക് മാതൃകയായില്ലെങ്കിൽ അധികാരമുള്ളപ്പോൾ മാത്രമേ ആദരിക്കപ്പെടൂ എന്നവർ മറക്കരുത്. ഒരു കഥ വായിച്ചിട്ടുണ്ട്. ചൈനയിലെ ചുവാങ്സു ഒരിക്കൽ ഒരു രാജാവിൻ്റെ കീഴിൽ മന്ത്രിയായിരുന്നു. പക്ഷേ രാജാവിൻ്റെ അനീതിയിൽ ചുവാങ്സു മനമടുത്തിരുന്നു. എന്നാൽ ഭയം കൊണ്ടും സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള അത്യാഗ്രഹം കൊണ്ടും ചുവാങ്സു രാജാവിന് മുന്നിൽ വിനയാന്വിതനായി. പിന്നെ അദ്ദേഹത്തിന് ബോധോദയമുണ്ടായി. കുടുംബവും സമ്പത്തും ആഗ്രഹങ്ങളും എല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം കാട്ടിലേക്ക് പോവുകയും ചെയ്തു. കുറേ വർഷം കഴിഞ്ഞ് രാജാവ് ചുവാങ്സുവിനെ കാണാൻ വേണ്ടിയിട്ട് ചെന്നു. ഒരു മരച്ചുവട്ടിൽ തമ്പുരു വായിച്ചിരിക്കുകയായിരുന്നു ചുവാങ്സു. രാജാവിനെ ഒന്ന് നോക്കി തൻ്റെ തമ്പുരു വായന അയാൾ കൂളായിട്ട് തുടർന്നു. രാജാവ് അസ്വസ്ഥനായി. രാജാവ് പറഞ്ഞു, ചുവാങ്സു, ഒരു കാലത്ത് നീ എൻ്റെ മന്ത്രിയായിരുന്നു. അന്ന് നീ എന്നോട് അമിതമായി ആദരവ് കാണിച്ചിരുന്നു. എന്നാൽ ഇന്ന് നീ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു, ഞാൻ നിൽക്കുന്നു. ചുവാങ്സു മറുപടി പറഞ്ഞത് എന്താണെന്നറിയോ? അന്ന് ഞാൻ അങ്ങയുടെ അനീതികൾ കണ്ടിട്ടും കണ്ടടച്ചത് അങ്ങയുടെ മന്ത്രിയായിരുന്നത് കൊണ്ട് മാത്രമായിരുന്നു. ഇന്ന് എനിക്ക് താങ്കളിൽ നിന്നും ഒന്നും നേടാനില്ല, ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നുമില്ല. ഇന്ന് ഈ തമ്പുരുവിൻ്റെ സംഗീതമാണ് എനിക്ക് ഏറ്റവും വലുത്. ഒരു കാര്യം കൂടി താങ്കൾ മനസ്സിലാക്കുക, ഇപ്പോൾ ചുറ്റും ഓച്ചാനിച്ച് നിൽക്കുന്ന ഈ ആൾക്കൂട്ടമുണ്ടല്ലോ, ഇവരെല്ലാം ഓരോ കാര്യങ്ങൾ നേടിയെടുക്കാനായി അഭിനയിക്കുന്നവർ മാത്രമാണ്. ഈ സംഗീതത്തെ പോലെ മനസ്സിനെ സ്വച്ഛമാക്കൂ, പ്രവൃത്തികൾ ശുദ്ധമാക്കൂ. അപ്പോൾ അധികാരം പോയാലും 1000 ആളുകൾ കൂടെയുണ്ടാവും എന്ന് മറക്കാതിരിക്കുക.